വിടാതെ പിന്തുടരുകയാണ് പി.വി. അൻവർ. ഇപ്പോൾ കോഴിക്കോട് മുതലക്കുളത്ത് അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്നത്തെ നടക്കുകയാണ്. അൻവർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങളുമായുണ്ട്. ഷെയ്ദ്, വേദിയിൽ അൻവർ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അൻവറിനൊപ്പം ആരൊക്കെയുണ്ട്? വേദിയിൽ ഇരിക്കാൻ ആരൊക്കെയുണ്ട്? കാണാനെത്തിയ ആളുകൾ എത്രത്തോളമുണ്ട്? പങ്കാളിത്തം പറയും. മാമി മുഹമ്മദിനെ കാണാത്ത ആയതിന്റെ പേരിൽ അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഏതാളുകളാണോ ഈ കേസ് അന്വേഷിച്ചത്, ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ഈ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കാത്ത ഇതിലുള്ളത് ഞങ്ങൾ അന്ന് ആക്ഷേപം ഉന്നയിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും എന്തായി IO ആയി, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി. നീതി അൻവറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഇപ്പോൾ കോഴിക്കോട് മുതലക്കുളത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. മാമിയുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ അവിടെ എത്തിയത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഷഹീദ്, വേദിയിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്? ഇന്നലെ നമ്മൾ വേദിയിൽ സുഗുവിനെയൊക്കെ കണ്ടു. ഇന്നിപ്പോൾ മാമിയുടെ കുടുംബാംഗങ്ങളാണോ? ആരൊക്കെയാണ് വേദിയിലുള്ളത്? പി.വി. അൻവർ MLA അല്പസമയം മുമ്പ് ഈ മുതലക്കുളം മൈതാനിയിലെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം ഇപ്പോൾ വേദിയിലുണ്ട്. ഇപ്പൊ മാമിയുടെ കുടുംബങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 100 കണക്കിന് ആളുകളാണ് ഈ വിശദീകരണ പൊതുയോഗം കേൾക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി രാഷ്ട്രീയ പൊതുയോഗങ്ങൾ, CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പൊതുയോഗങ്ങൾ നടത്തുന്ന ഒരു ചരിത്ര നഗരിയാണ്, മൈതാനമാണ് ഈ മുതലക്കുളം മൈതാനം. അവിടെ ഇപ്പോൾ പി.വി. അൻവർ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു. ഇന്നലെ നിലമ്പൂരിൽ അദ്ദേഹം സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗം, അത് അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിച്ച് അദ്ദേഹം തന്നെ സംഘടിപ്പിച്ച ഒരു പൊതുയോഗമായിരുന്നു. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ എന്തായാലും അവിടെ ഇപ്പോൾ കുറെ ആളുകളൊക്കെ ഇന്നും അൻവറിനെ കേൾക്കാനായി എത്തിയിട്ടുണ്ട്. അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയാൻ തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് പറഞ്ഞിരുന്നു.